ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലൻ ബജിയുടെ റെസിപ്പിയുമായിട്ടാണ്. വഴുതനങ്ങ ബജി. വഴുതനങ്ങ എന്ന് കേൾക്കുമ്പോൾ ആരും അയ്യെന്നൊന്നും വിചാരിക്കണ്ട, വളരെ ടേസ്റ്റിയായ ഒരു ബജിയുടെ റെസിപ്പിയാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ പോലും വീണ്ടും വീണ്ടും കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റിയാണ് കേട്ടോ. വെറുതെ പറയല്ല, എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. ബജി ഉണ്ടാക്കാൻ ഞാനിപ്പോൾ 2 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ബജി തയ്യാറാക്കിയെടുക്കാം. ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയും ഒരു 1/2 ഇഞ്ച് കനത്തിൽ വേണം ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ. വളരെ തിന്നായിട്ട് കട്ട് ചെയ്യരുത്, കാരണം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വഴുതനങ്ങ നന്നായിട്ടാണ് കുക്കായിട്ട് നല്ലപോലെ ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ബജിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ട് അല്പം തിക്നെസ്സിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ്, 1/4 കപ്പ് മൈദപ്പൊടി, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതായത് അപ്പസോഡ, 3/4 ടീസ്പൂണോളം മുളകുപൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ ഒരല്പം കായപ്പൊടി ഇവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ മാവാക്കിയെടുക്കാം. അധികം ലൂസും അല്ല, എന്നാൽ അധികം തിക്കും അല്ല, ആ പരുവത്തിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. ഇപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അധികം ലൂസും അല്ല തിക്കും അല്ല, നമ്മൾ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഈ പരുവത്തിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ വഴുതനങ്ങയുടെ പീസും ഈ മാവിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂട് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഈ വഴുതനങ്ങ നന്നായിട്ട് എണ്ണ കുടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. ഇനി നമ്മൾ ഇതിനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം, അതിനുശേഷം തീ കുറച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മൾ എല്ലാ റെസിപ്പിയും ചെയ്യുന്നത് പോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരുന്നതാണ്. അതിനുശേഷം നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യാം. ഒരേ സമയത്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഇടണ്ട, അപ്പോൾ പരസ്പരം ഒട്ടിപ്പോവും. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. 2 3 ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ എല്ലാത്തിനെയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും അല്ല കേട്ടോ, ഇനിയും ഒരുപാടുണ്ട്. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ട് കുറച്ച് എടുത്തു എന്ന് മാത്രം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ വഴുതനങ്ങ ബജി റെഡി ആയിട്ടുണ്ട്. വെറുതെ പറയല്ല, അത്രയ്ക്കും ടേസ്റ്റിയാണ്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ കൂടി വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിനായിട്ട് വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എന്ന് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണേ. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പം നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.